പുന്നാര ശശികല ടീച്ചറെ, ചില കാര്യങ്ങൾ കാണുമ്പോൾ അപ്പം തന്നെ നിങ്ങളെ ഓർമ്മപ്പെടുത്തില്ലെങ്കിൽ എനിക്ക് മനസ്സിനൊരു സമാധാനമില്ല. ഭക്ഷണ സ്വാതന്ത്ര്യ ഹൈന്ദവ സമൂഹത്തിലുണ്ട്. പശുവുമായി ബന്ധപ്പെട്ട് അതിനൊരു സാമ്പത്തിക തലമുണ്ട്. അതുകൊണ്ട് പശുവിനെ കൊല്ലരുത് എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് മത്സ്യമാംസങ്ങൾ കഴിക്കുന്നതിന് ഹിന്ദു സമൂഹം അങ്ങനെ വീണ്ടും കൊടും വിഷം ചീറ്റി ശശികല ടീച്ചർ രംഗത്ത്. ഇവർ ടീച്ചർ എന്ന് വിളിക്കാൻ പറ്റത്തില്ല, വെറും ശശികല. കാരണം കരിമൂർക്കനെക്കാളും കഷ്ടമാണ് ഇവരെ വായിൽ നിന്ന് വീഴുന്ന വിഷത്തിൻ്റെ അളവ്. വർഗീയത മാത്രം പറഞ്ഞു കിടക്കുന്ന എന്തൊരു വിഷമാണല്ലേ. അപ്പോൾ ശശികലയെ ഇഷ്ടമല്ലാത്ത ആളുകളൊക്കെ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ ഇവരെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെങ്കിൽ, വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം. നമുക്കറിയാം, റഹീം 20 വർഷം ജയിലിൽ കിടന്ന് അറിയാതെ പറ്റിയൊരു ഒരു സംഭവത്തിൻ്റെ പേരിൽ 20 വർഷം ജയിലിൽ കിടക്കേണ്ടി വന്നു. ഒരു കയ്യബദ്ധം പറ്റിയതാണ്, അല്ലാതെ പുള്ളി അറിഞ്ഞു വെച്ച് ചെയ്തതൊന്നുമല്ല. അപ്പോൾ റഹീമിന് ജയിൽ മോചിതമായിട്ട് ബന്ധപ്പെട്ട് റഹീം നാട്ടിലെത്തിയ ദിവസം റഹീമിനെതിരെ അങ്ങോട്ട് വിഷം ചീറ്റിയ ശശികലയെ നമ്മൾ കണ്ടതാണ്. അതൊക്കെ നമ്മൾ വാർത്തകളിൽ കണ്ടതാണ്. അതിനുശേഷം വീണ്ടും റഹീമിനെതിരെയും ടി സിദ്ദീഖിനെതിരെയുമാണ് ശശികല ഇവർ വിഷം ചീറ്റി രംഗത്ത് വന്നേക്കുന്നത്. കരിമൂർഖൻ്റെ വേഷത്തെക്കാളും കഷ്ടമാണ് കേട്ടോ ഇവർ. ഓക്കെ, അവരിട്ടേക്കുന്ന പോസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെയും ഇവരിട്ടേക്കുന്ന പോസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു റഹീമിന് ഒരു പൊന്നാട ഇട്ട് കൊടുക്കുന്ന ടി സിദ്ദീഖിൻ്റെ ഒരു ഫോട്ടോ പങ്കുവച്ചിട്ടാണ് ഇവർ അതിനകത്ത് ഇങ്ങനെ എഴുതിയേക്കുന്നത്. ഈ ചിത്രം AI നിർമ്മിതമാണോ എന്നറിയില്ല. അല്ല, ഒറിജിനൽ ചിത്രം തന്നെയാണ്, ഞാനും കണ്ടതാണ്. ഈ ചിത്രം AI നിർമ്മിതമാണോ എന്നറിയില്ല, അല്ലെങ്കിൽ കഷ്ടം തോന്നുന്നു. എന്തിനാണ് കഷ്ടം തോന്നുന്നത്? 20 കൊല്ലം അയാൾ ചെയ്യാത്ത അബദ്ധത്തെ ചെയ്തില്ലെന്നല്ല, അബദ്ധത്തിൽ സംഭവിച്ചു പോയ ഒരു തെറ്റിന് അയാൾ 20 കൊല്ലം ജയിൽ ശിക്ഷ അനുഭവിച്ചില്ലേ? അബദ്ധത്തിലല്ലേ സംഭവിച്ചു പോയില്ല. അല്ല, അറിയാതെ ആരും അന്യനാട്ടിൽ ജോലിക്ക് പോകുന്ന ഈ പറഞ്ഞിട്ടുള്ള ഒരു ജീവിത മാർഗത്തിന് വേണ്ടിയിട്ട് അന്യനാട്ടിൽ പോയിട്ട് ആരെങ്കിലും ഇങ്ങനെ ചെയ്യൂല. അയാൾ അബദ്ധത്തിൽ സംഭവിച്ചൊരു കാര്യമാണ് അത്. 20 കൊല്ലം അയാൾ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തു. ഓക്കെ, അപ്പം അല്ലെങ്കിൽ കഷ്ടം തോന്നുന്നു. ഈ മന്ത്രി സിദ്ദീഖിൻ്റെ മുൻപിൽ നിന്നല്ലേ ഇന്നലെ സ്വന്തം വകുപ്പിലെ ഡയറക്ടറായ ശ്രീറാം വെങ്കിട്ടറാമിനെ അപമാനിച്ചിറക്കി വിട്ടു. ഇത്രയും 10 വർഷം നിങ്ങൾ എവിടെയായിരുന്നു? ഈ കഴിഞ്ഞ 10 വർഷം എവിടെയായിരുന്നു? ഈ മാധ്യമങ്ങൾ എവിടെയായിരുന്നു? 10 വർഷം ചോദിക്കാതെ, പിണറായി സർക്കാർ ഇരുന്ന സമയത്ത് ചോദിക്കാത്ത ചോദ്യങ്ങൾ ഇപ്പം ചോദിക്കേണ്ട കാര്യം എന്താണ്? എന്നാൽ പിന്നെ 10 വർഷം ചോദിക്കണമായിരുന്നു. ആരാ ഈ പറഞ്ഞിട്ടുള്ള ഈ വെങ്കിട്ടറാമനെ അധികാരത്തിൽ അന്ന് അധികാര പദവി കൊടുത്തത്? പിണറായി സർക്കാർ തന്നെയല്ലേ. ആ ചോദ്യങ്ങൾ എന്ത് ചെയ്യുക? അന്ന് ചോദിച്ചില്ല. അപ്പോൾ അന്ന് പേടിയായിരുന്നു അല്ലേ വകുപ്പിലെ ഡയറക്ടറായ ശ്രീറാം വെങ്കിട്ടറാമിനെ അപമാനിച്ച് ഇറക്കി വിട്ടത്. ആ സമയത്ത് നാവ് കൊണ്ടും കോണകം എടുത്തും മിണ്ടാതിരുന്ന അതേ മന്ത്രിയാണ് ഒരു കൊലക്കേസ് പ്രതിയെ ആദരിക്കുന്നത്. എങ്കിൽ കഷ്ടാൽ കഷ്ടതരം എന്നീ പറയാനുള്ളൂ അല്ലേ. പുള്ളിയെ കൊലക്കേസ് പ്രതി എന്ന് പറഞ്ഞാൽ പുള്ളി അറിഞ്ഞുകൊണ്ടാണ് ചെയ്തത് തെറ്റല്ല. അത് ആദ്യം മനസ്സിലാക്കും. ഇതാണ് പറയുന്നത്, നിങ്ങളുടെ മനസ്സിലും നിങ്ങളുടെ ശരീരത്തും മൊത്തവും വിഷമാണ്, കൊടും വിഷമാണ് നിങ്ങളുടെ തലയിൽ കയറിയിരിക്കുന്നത്. ഓക്കെ, ഇനി ഞാനിവിടെ അൻസാരി ഉസ്താദ് ശശികല ടീച്ചറിന് ചുട്ട മറുപടി കൊടുക്കുന്ന ഒരു വീഡിയോ ഞാനിവിടെ വെച്ച് തരാം. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കേ. പുന്നാര ശശികല ടീച്ചറെ, ചില കാര്യങ്ങൾ കാണുമ്പോൾ അപ്പം തന്നെ നിങ്ങളെ ഓർമ്മപ്പെടുത്തില്ലെങ്കിൽ എനിക്ക് മനസ്സിനൊരു സമാധാനമില്ല. ടീച്ചറെ, മുമ്പൊരിക്കൽ മദ്രസയുടെ മഹത്വം, അവിടെ പഠിപ്പിക്കുന്ന കാര്യം, അതുവഴി കുട്ടികൾക്ക് കിട്ടുന്ന നേട്ടം, മദ്രസയുടെ മഹാത്മ്യമൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ ടീച്ചർ അന്ന് എന്നോട് പുച്ഛം മനോഭാവത്തോട് ചില ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. അതിലൊന്നിങ്ങനെ ആയിരുന്നു, ഉസ്താദ് മദ്രസയിൽ പഠിപ്പിക്കുന്നതിൻ്റെ മഹാത്മ്യമൊക്കെ പറഞ്ഞല്ലോ, എന്നിട്ട് എൻ്റെ ഉസ്താദെ ഒരുത്തൻ ഉമ്മുമ്മാനെയും സ്വന്തം കൂടപ്പറപ്പിനെയും കാമുകയും കൊന്ന് സ്വന്തം ഉമ്മാനെ കൊല്ലാൻ നോക്കി ജയിലായത് ഉസ്താദേ. തിരുവനന്തപുരത്ത് അഫാൻ്റെ കാര്യം പറഞ്ഞത്. അഫാൻ സ്വന്തം കൂടപ്പറപ്പിനെയും ഉമ്മാമാനെയും കാമുകിയൊക്കെ കൊന്നത് ഈ മദ്രസയിൽ പഠിച്ചുകൊണ്ടാണെന്നാണ് എൻ്റെ ചോദ്യത്തെ ഉത്സാരം. എങ്കിൽ ടീച്ചർ ഉറക്കത്തിൽ നിന്നില്ല. എണീറ്റെങ്കിൽ വേഗം പല്ല് വെച്ചിട്ട് ഈ വാർത്ത ഒന്ന് കൊണ്ടുപോയി. കണ്ണൂരിൽ മഹിളാ മോർച്ച ജില്ലാ കമ്മിറ്റി അംഗത്തെ മകൻ കഴുത്തറുത്ത് കൊന്നു, സ്റ്റേഷനിലെത്തി കീഴടങ്ങി 25-കാരൻ. മഹിളാ മോർച്ചയുടെ നേതാവ് കൊല്ലപ്പെടുമ്പം ഏതായിരുന്നാലും അവരുടെ മകൻ എവിടെ പോയിട്ടുണ്ടാവും? മദ്രസയിൽ എന്തായാലും പോയിട്ടില്ല, പിന്നെ എവിടെ പോയിട്ടുണ്ടാകുക? ഞാൻ എൻ്റെ അഭിപ്രായം പറയാം. ഒരിക്കലും ഒരു വിദ്യാലയങ്ങളിലും ശാഖയാകട്ടെ എവിടെയും അമ്മേനെ കൊല്ലാനോ കള്ളു കുടിക്കാനോ പെണ്ണ് പിടിക്കാനോ പീഡിപ്പിക്കാനോ പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതങ്ങനെ തന്നെ, എൻ്റെ നിലപാടങ്ങനെ തന്നെ. ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പം ടീച്ചറിൻ്റെ അതേ മനോവൈകല്യം എനിക്കുണ്ടെങ്കിൽ ഞാൻ എന്ത് പറയണം? ഇത് ശാഖയെന്ന് പഠിപ്പിച്ചു വിടുന്നതെന്ന് പറയണ്ടേ? ടീച്ചർ അങ്ങനെ പറയണ്ടേ? അത് പറയാത്തത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ടീച്ചറിൻ്റെ വിഭ്രാന്തി എനിക്കിതുവരെ ആയിട്ടില്ല. ഇപ്പം നോർമലാണ് എന്നുള്ളത് കൊണ്ടാണ്. കഴിഞ്ഞില്ല. ടീച്ചർ ആ ചോദ്യം പിന്നെയും ഒന്നുകൂടെ തുടർന്നു.
എന്നിട്ട് എന്തേ ഉസ്താദെ പെണ്ണ് പിടിക്കരുതെന്ന് മദർസയെ പഠിപ്പിച്ചിട്ട് എന്തെങ്കിലും പെണ്ണ് പിടിക്കുന്നത് ചോദിച്ചു. ടീച്ചർ ഒന്നും കൂടി പല്ല് തേച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് പല്ല് തേച്ച് നാക്കൊക്കെ പഠിച്ചിട്ട് ദേ ഈ വാർത്ത കണ്ടു. 12 വയസ്സുകാരനെ ലൈംഗികമായി പീഡിപ്പിച്ചു. നാരങ്ങാനം സ്വദേശി 22 വയസ്സുകാരനെ അശ്വിൻ രാജ അറസ്റ്റിൽ. കുട്ടിയുമായി പ്രതി സൗഹൃദം സ്ഥാപിച്ച് കഞ്ചാവ് ഒലിപ്പിച്ചു. ഒരു വെടിക്ക് 2 പക്ഷി കഞ്ചാവ്. അപ്പോൾ അവൻ ലഹരി വിൽക്കുന്നവനും വാങ്ങുന്നവനും ഉപയോഗിക്കുന്നവനുമാണ്. അതിനോടൊപ്പം ഒരു ആൺകുട്ടിയെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കുകയും ചെയ്തു. ഇതെവിടെ പഠിപ്പിക്കുന്നതാണെന്ന് പറയണം ടീച്ചറെ. ടീച്ചറെ പറഞ്ഞു എവിടെ പഠിപ്പിക്കുന്നതാണെന്ന് പറയണം. ഞങ്ങളങ്ങനെ പറയാത്തത് ഞങ്ങൾക്ക് നിങ്ങളെപ്പോലത്തെ മാനസിക വിഭ്രാന്തി ആകാത്തത് കൊണ്ടാണ്. അത് മനസ്സിലായി. എന്തല്ല ഇവർ കാരണം ഇവരെ മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് കൂടി ഇവരൊരു അപമാനമാണ് അല്ലേ? ഇത്രയും മതവിദ്വേഷങ്ങൾ, അതുപോലെ വർഗീയത, മനുഷ്യർ ആരായാലും, മനുഷ്യർ ഏത് ഈ പറഞ്ഞിട്ടുള്ള വർഗ്ഗങ്ങളായാലും, ഏത് മതസ്ഥരാണെങ്കിലും, ഏത് കാറ്റഗറി ആണെങ്കിലും മനുഷ്യരായ പോരെ, മനുഷ്യർ ഒന്നായ പോരെ. ഇനി മുസ്ലിം എന്നോ ഹിന്ദു എന്നോ ക്രിസ്ത്യൻസ് എന്നോ ഈ എത്ര കാറ്റഗറിയിൽ തിരിച്ചാലും മനുഷ്യനാവാൻ പഠിക്കണം. അതാണ് വേണ്ടുന്നത് അല്ലേ? ഓക്കെ, ഇനി ഞാൻ ഇവിടെ ശശികലയുടെ ഒരു വീഡിയോ കൂടെ വെച്ച് തരാം. അതും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കേ. ഇവിടെ ചോദിക്കുന്ന ചോദ്യം, ഹിന്ദുക്കൾ മന്തി കഴിക്കുന്നില്ലേ, ഹിന്ദുക്കൾ മാംസം കഴിക്കുന്നില്ലേ? കഴിക്കുന്നുണ്ട്. കഴിക്കുന്നില്ല എന്ന് ആരും പറയുന്നില്ല. കഴിക്കണ്ടെന്നും ആരും പറഞ്ഞിട്ടില്ല. ഹൈന്ദവ സമൂഹം മത്സ്യമാംസം കഴിക്കരുതെന്ന് ഒരാചാര്യനും ആഹ്വാനം ചെയ്തിട്ടില്ല. അത്തരത്തിലൊരാഹ്വാനം നിലവിലില്ല. ആ ഭക്ഷണ സ്വാതന്ത്ര്യം ഹൈന്ദവ സമൂഹത്തിലുണ്ട്. പശുവുമായി ബന്ധപ്പെട്ട് അതിനൊരു സാമ്പത്തിക തലമുണ്ട്. അതുകൊണ്ട് പശുവിനെ കൊല്ലരുത് എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് മത്സ്യമാംസങ്ങൾ കഴിക്കുന്നതിന് ഹിന്ദു സമൂഹത്തിൽ ഒരു നിലക്കൂല്ല. ആർക്കും കഴിക്കാം. എന്തായാലും ഇതിൻ്റെ അടിയിൽ തന്നെ ആളുകൾ ശശികലയ്ക്ക് നല്ല രീതിയിൽ വയറ് നിറച്ച് തന്നെ നല്ല രീതിയിൽ തന്നെ ആളുകൾ കൊടുക്കുന്നുണ്ട്. ഞാൻ 1-2 കമൻറ്റുകൾ ഇവിടെ വായിക്കാം. പാമ്പിൻ വിഷത്തെ അല്ല വായിക്കേണ്ടത്, ഈ വിഷത്തെയാണ്. ഇതിന് ജന്മം നൽകിയ മാതാപിതാക്കൾ കഴിഞ്ഞ ജന്മത്തിൽ എന്തോ പാപം ചെയ്തിട്ടുണ്ടാവും, അവരുടെ ഒരു വിധി നോക്കണേ, കഷ്ടം. ഇനി അടുത്തൊരു കമൻറ്റ്, അങ്ങനെ ആവട്ടെ, ജാതികളെ അകറ്റി വെറുപ്പുണ്ടാക്കാതിരിക്കുക, ഒരു കമൻറ്റ്. അത് കഴിഞ്ഞിട്ട് ആ ട്രംപിനെ വെച്ചത് ഇവിടെ വെച്ചിരുന്നുവെങ്കിൽ ഒരാൾ ചോദിക്കുന്നു. അപ്പോൾ ഇതുപോലെ രസകരമായിട്ടുള്ള കമൻറ്റുകളാണ് ശശികലയ്ക്ക് എല്ലാവരും കൊടുക്കുന്നത്. ചിലത് നല്ല കൂടിയ കമൻറ്റുകളും ഉണ്ട്, അതൊന്നും ഞാൻ വായിക്കുന്നില്ല. ഇപ്പോൾ വേറൊരാളിടുന്നത് ഞങ്ങൾ പശു ഇറച്ചി കഴിക്കുമെന്ന്. അപ്പം എൻ്റെ പൊന്നോ, ഇത് ഇപ്പോഴും ഉണ്ടോ, ഈ ഒരു വിഷം ഇപ്പോഴും ഉണ്ടോ എന്നാണ് വേറൊരാൾ ചോദിക്കുന്നത്. വേറൊരു കമൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ലവരായ ഹൈന്ദവർ ഈ വിഷം കാരണം എത്ര ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടാവും എന്നോർക്കുമ്പോഴാണ് വിഷമം. ഓക്കെ, അടുത്തൊരു ചോദ്യം, ഏതാ ഈ വിഷമെന്ന്. ഇനി വേറൊരു കമൻറ്റ്, വിഷമേ നീ മനുഷ്യ നന്മയ്ക്കായി എന്തെങ്കിലും പറ, പാവപ്പെട്ട 4 ഹിന്ദുക്കളെ സഹായിക്കുക. ഇങ്ങനെ ഈ വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് എത്ര നമ്മുടെ സമൂഹത്തിൽ നമ്മളിത് ഡെയിലി എന്തൊക്കെ കാണുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടൊന്ന് പ്രതികരിക്കുക. എന്തൊക്കെ വിഷയങ്ങൾ ഡെയിലി എന്തൊക്കെ വാർത്തകളാണ് നമ്മൾ കാണുന്നത് അല്ലേ? അപ്പോൾ അതിനൊക്കെ എതിരെ നിങ്ങൾ പ്രതികരിക്കുക. ജനങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രതികരിക്കുക. ഡെയിലി നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കൂടുന്നു, ഗ്യാസിന് വില കൂടി, ഡീസലിന് വില കൂടി, പെട്രോളിന് വില കൂടി, അങ്ങനെ എന്തൊക്കെ സാധനങ്ങൾക്ക്, ആഹാര സാധനങ്ങൾക്ക് വില കൂടി. അപ്പോൾ ഇതിനൊക്കെതിരെ നിങ്ങളൊന്ന് പ്രതികരിക്കുക. അല്ലാതെ ഡെയിലി വർഗീയത മാത്രം തപ്പിപ്പിടിച്ച് നടന്നിങ്ങനെ കണ്ടുപിടിച്ചിട്ട് അത് മാത്രം ഇങ്ങനെ ചീറ്റാതെ ഇല്ലേ? ഓക്കെ, ഇനി അടുത്ത 1-2 കമൻറ്റ് കൂടെ വായിക്കാം. ഈ പെണ്ണ് ശരിയാവില്ല, ഒരുപാട് നാളായി കരിമൂർഖനെ കാണുന്നില്ലല്ലോ എന്നോർത്തിരിക്കുമ്പോഴാണ് ദേ കിടക്കുന്നത്. ഹിന്ദുക്കൾ തന്നെ ചിരിക്കുന്നുണ്ടാവും, വലിയ പണ്ഡിതയാണെന്നാണ് ഒരാൾ കമൻറ്റ് ഇട്ടേക്കുന്നത്. അങ്ങനെ ഒരുപാട് ജാതി, മതം, ഇതൊക്കെ ഏതായാലും മനുഷ്യരൊന്നായ പോലെ അല്ലേ? ഇതുപോലെ എന്തിനാണ് ഇങ്ങനെ വിഷം ചീറ്റി ഇങ്ങനെ ജനങ്ങളുടെ ആളുകളെ വെറുപ്പ് സമ്പാദിക്കുന്നത്? അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഇതിനെ പറ്റിയിട്ട് കമൻറ്റ് ചെയ്യണേ. ശശികലയെ പറ്റിയിട്ടും കമൻറ്റ് ചെയ്യുമോ.